everyone, welcome back to Xylem. It's me, VJR. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ USS എക്സാമിന് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഏതാന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ദാ ഞാൻ ഇവിടെ തരുന്നു, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും, അതായത് ഒരുപാട് കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ മക്കളേത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്തോളാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് സെറ്റ് ആക്കിക്കോളാം. നമുക്ക് ഇനി കൂടുതൽ സമയം കളയണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. ഞാനൊന്ന് ചോദ്യം വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് എൻ എംപ്ലോയീസ് സാലറി ഈസ് ഡിക്രീസ്ഡ് ബൈ 10% അല്ലേ, ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 10%, വാട്ട് ഈസ് ദ എഫക്റ്റീവ് സാലറി നോ? അതായത് ഒരു ജോലിക്കാരന്റെ ശമ്പളം ആദ്യം 10% കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ആദ്യം 10% കുറച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, 10% കൂട്ടുകയാണെന്നാ പറയുന്നത്. എന്റെ പൊന്നു മക്കളെ, ഇത് കാണാൻ ഞാൻ നേരായ വഴിയും പറഞ്ഞുതരാം, പിന്നെ നമുക്ക് ഒരു എളുപ്പ വഴി കൂടെ ഉണ്ട്, അതും കൂടെ പഠിച്ച സെറ്റാണ് മക്കളെ. അപ്പൊ നമുക്ക് വേഗം പോയാലോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എന്താ ക്വസ്റ്റ്യന്റെ മോഡല്. ഞാൻ ആദ്യം നേരായ വഴി എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലെ. ആദ്യം ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഒരു ജോലിക്കാരുടെ ശമ്പളം ആദ്യം 10% കൂട്ടി എന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ജോലിക്കാരുടെ ശമ്പളം ഇപ്പം ഉദാഹരണത്തിന് 100 രൂപ എന്ന് വിചാരിക്കുക അല്ലെ. 100 രൂപ. ഇപ്പൊ നിങ്ങൾ ചോദിക്കടോ 100 രൂപയ്ക്ക് കിട്ടുന്ന ഏത് ജോലിയാന്നൊക്കെ അല്ലെ. അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഒരുപാടുണ്ടോ. അപ്പൊ ഞാൻ പറയാം, 100 രൂപ എന്തിനാണ് 100 എടുത്തതെന്ന് ചോദിച്ചാൽ, 100% അല്ലെങ്കിൽ 100% നമ്മൾ പൊതുവെ കണക്കാക്കുക. ആ ഒരു 100 എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തോളാം, എടുത്തോളാം. ഓക്കെ, അപ്പൊ 100 രൂപയാണെന്ത് അയാളുടെ സാലറി എന്ന് വിചാരിക്കാം. നോക്ക്, 100ന്റെ ആദ്യം എന്താ ചെയ്തത്, 10%. ശ്രദ്ധിച്ചോ 10% അല്ലെ. 10% എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു അല്ലെ, കുറച്ചു എന്നാ പറയണേ അല്ലെ. 10% കുറച്ചു എന്ന് പറഞ്ഞാ 100ന്റെ 10 കണ്ടോക്ക. 100ന്റെ 10% കണ്ടു അല്ലെ. എത്രയാ, 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപ അല്ലെ. അപ്പൊ ആദ്യം അയാൾക്ക് 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ 100 രൂപ മാറിയിട്ട് 10 കൂടെ കൂട്ടി അല്ലെ. കൂട്ടി എന്നല്ലേ പറഞ്ഞേ, അല്ല കുറച്ചു അല്ലെ. അപ്പൊ കുറച്ചു, അപ്പൊ 100ന് എന്തായിപ്പോയി, അയാളുടെ സാലറി ഒരു 10 രൂപ കുറഞ്ഞിട്ട് 90 രൂപയായിട്ടുണ്ട് നിലവിൽ അല്ലെ. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ അപ്പൊ അയാൾ നന്നായിട്ട് പണിയെടുക്കണ കണ്ടപ്പോണ്ടല്ലോ, ആ കമ്പനിത്തെ മുതലാളി എന്ത് ചെയ്ത് 10% കൂട്ടി. 10% കൂട്ടിയത് എവിടുന്നാ, നിലവിലുള്ള സാലറി എന്നാ കൂട്ടുക. അപ്പൊ 90ന്റെ 10% കാണണ്ടേ, നോക്കാം നമുക്ക്. 90ന്റെ 10%, 10/100 എന്നാണ് 90ന്റെ 10% കാണാം. സിമ്പിളാ, വെട്ടിക്കോ. 0 പോയി 0 പോയി 0 പോയി 0 പോയി 9%. സോറി, 9% അല്ല, 9 രൂപ. നമ്മളൊക്കെ രൂപയിലാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ 9 രൂപ. ആ 90 രൂപ അല്ലെ, 90 രൂപയിൽ ഒരു 9 രൂപ കൂട്ടി അല്ലെ. 10% കൂട്ടി എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്താ, ആ 9 രൂപ കണ്ടാൽ 9 കൂട്ടി. അപ്പൊ എത്രയാ കിട്ടുക, 99. നിങ്ങളൊന്ന് ആലോചിക്കുക. ആദ്യം അയാളുടെ സാലറി എത്രയാണ് ഉണ്ടായിരുന്നത്? ആദ്യം അയാളുടെ സാലറി ഉണ്ടായിരുന്നത് 100 രൂപയായിരുന്നു. ആദ്യം എത്ര രൂപയാണ്, 100 രൂപ. അപ്പൊ നിലവിൽ എത്ര രൂപ ഉണ്ട് നോക്കിയൊക്കെ, 99 അല്ലെ. നിലവിൽ അയാൾക്ക് എത്ര പൈസ ഉണ്ട്, 99. ഒന്ന് ആലോചിച്ച് നോക്കിയ, 100 ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് ആദ്യം അല്ലെ, ആദ്യം ചെയ്തു കുറച്ചു 10%, പിന്നെ കൂട്ടി. അപ്പൊ എന്ത് ചെയ്തു, സിമ്പിളാ മക്കളെ. 100 ഉണ്ടായിരുന്ന ആള് 99 റുപ്യായി എന്ന് പറഞ്ഞു. അതായത് 100 99 ആയി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 1% അല്ലെങ്കിൽ 1 രൂപ അല്ലെ. നമ്മൾ ശതമാനത്തിലേക്ക് നമ്മൾ 100% ആക്കി എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, 1% നഷ്ടം. നമ്മുടെ ഉത്തരം പൊളി. ഏതാ ആൻസർ, 1% നഷ്ടമാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്താ സംഭവം. ആദ്യം 100 രൂപയാണ് അയാളുടെ സാലറി എന്ന് വിചാരിക്കുക. 10% ആദ്യം ചെയ്തത് കാണുന്നത്. കാര്യം 10% കുറച്ചു എന്ന് പറഞ്ഞു. അപ്പൊ 10 രൂപ കുറച്ചു. ഇപ്പൊ 100ന്ന് 10 കുറച്ചപ്പോ 90 രൂപയായി നിലവിൽ അല്ലെ. അപ്പൊ പിന്നെ അയാൾ നല്ലതായിട്ട് പണിയെടുക്കണ. അപ്പൊ മുതലാളി 10% കൂട്ടി. അപ്പൊ ആ 90ന്റെ 10% എന്ന് പറഞ്ഞാല് 9 രൂപ അല്ലെങ്കിൽ 9 അല്ലെ. അപ്പൊ ആ 9 എന്ത് ചെയ്യാ, ആ 90ന്ന് 9 കൂട്ടി 99 രൂപയായി. ആദ്യം 100 രൂപ ഉണ്ടായിരുന്ന ആള് കുറച്ച് കൂട്ടിയ സമയത്ത് 99 ആയി. എന്താ അയാളുടെ നഷ്ടം അല്ലെ. 100 99 ആയി എന്ന് പറഞ്ഞാൽ 1% നഷ്ടം. നമ്മുടെ ഉത്തരം പൊളി. ഏതാ ആൻസർ, 1%. റെഡി ആണോടാ? അങ്ങനെയാണെങ്കിൽ ഇത് നേരായ വഴിയല്ലേ. നമുക്കൊരു ഉടായ്പ് അല്ലേ, നമുക്കൊരു
നമുക്കൊരു എളുപ്പമായി പഠിച്ചാലോ? സെറ്റ് ആക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ എന്താ മോഡൽ എന്ന് മനസ്സിലാക്കുക. മോഡൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ ചോദ്യം ഒന്ന് വായിച്ചുതരാം. ഇതാ കേട്ടോ. ഇതാ, ഇഫ് എൻ എംപ്ലോയി സാലറി ഈസ് ഡിക്രീസ്ഡ് ബൈ 10%. ആദ്യം ഡിക്രീസ് ചെയ്തു, പിന്നീട് അതേ നമ്പർ ഓഫ് പെർസെന്റേജ് അല്ലെ, അതേ ശതമാനം ഇൻക്രീസും ചെയ്തു. എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ. സെയിം സാധനം കൂട്ടുക കുറയ്ക്കുക, നേരെ തിരിച്ചെടുത്തോ, കുറയ്ക്കുക കൂട്ടുക, സെയിം നമ്പർ ഓഫ് പെർസെന്റേജ് അല്ലെങ്കിൽ ഒരേ ശതമാനം എങ്ങനെ കുറയ്ക്കുക കൂട്ടുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? ആ ഒരേ ശതമാനത്തിന് എവിടെ 10% കൂട്ടി കുറച്ചെന്നല്ല കളിക്കുന്നത്, കുറച്ച് കൂട്ടിന്ന് കളിച്ച അങ്ങനെ തന്നെയാണോ? ആ 10% സ്ക്വയർ എടുക്കാം. 10ന്റെ സ്ക്വയർ ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാര്യം പെർസെന്റേജ് ആണോ കാണുന്നത്, ഡിവൈഡ് ബൈ 100 ഹരിക്കണം 100. 10ന്റെ സ്ക്വയർ 10 × 10 അല്ലെങ്കിൽ 100, 100/100. ദേ നമ്മുടെ ഉത്തരം 1%. കഴിഞ്ഞില്ല രാമ, ഒന്നും കൂടെ ഉണ്ട് ബാക്കി. എന്താ സംഭവം അറിയോ? 1% 2 ഓപ്ഷൻ ഉണ്ടാവും, കൂടാ കുറയാ. എന്റെ പൊന്നു മക്കൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോ. അതായത് ഒരു കച്ചവടം, ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആവാം. സാലറി കൂട്ടുക കുറയ്ക്കുക എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരേ പെർസെന്റേജ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണോ, അവിടെ നിങ്ങൾക്ക് നഷ്ടം അല്ലെങ്കിൽ കുറവായിരിക്കും എപ്പോഴും അനുഭവപ്പെടുക. എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ നേരായ വഴിയിൽ പറഞ്ഞിട്ടുണ്ട്, കുറവ് എപ്പോഴും എന്തേ വരൂ, കുറവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ മക്കളെ? ദേ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ഡിക്രീസ്ഡ് ബൈ 1%. അപ്പൊ ഇതിന്റെ സമവാക്യം വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. A²/100 എന്ന് പറഞ്ഞ ഫോമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ നമ്പർ ഓഫ് പെർസെന്റേജ്, ഒരേ ശതമാനങ്ങൾ കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരേ ശതമാനം എന്ത് ചെയ്തോളാ, സ്ക്വയർ എടുക്കുക, 100 കൊണ്ടായിരിക്കുക. അതേ നമ്മുടെ ഉത്തരം പൊളി. ഏതാ ആൻസർ? 1% എപ്പോഴും കുറവായിട്ടായിരിക്കും വരിക. സെറ്റല്ലേ? അപ്പൊ ഏത് വഴിയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ആ വഴി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തോളാം, സാധനം പൊളിയാക്കിക്കോളാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? യെസ്, അതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ചതുരത്തിന്റെ നീളം 10% വർദ്ധിച്ചു, വീതി 10% കുറച്ചു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ, ഒരു ചതുരത്തിന്റെ നീളം വീതിയും ആയിക്കോട്ടെ, ഇനിയിപ്പം സാലറി 10% കൂട്ടി കുറച്ചെന്നായിക്കോട്ടെ, ഇനിയിപ്പോ അതേ സാലറി കുറച്ച് കൂട്ടി എന്നായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്റെ പൊന്നുമക്കൾ മനസ്സിലാക്കിക്കോ. അവിടെ 10% വർദ്ധിച്ചു, കുറച്ചു, അല്ലെങ്കിൽ നേരെ തിരിച്ച് കുറച്ചു, വർദ്ധിപ്പിച്ചു എന്നുള്ള രീതിക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ പെർസെന്റേജ്, ഒരേ ശതമാനമാണെങ്കിൽ ആ ശതമാനത്തിൽ ആ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ആ ശതമാനമായ 10ന്റെ സ്ക്വയർ അല്ലെ, ഇവിടെ 10ന്റെ സ്ക്വയർ തന്നെയാണ് നീളവും വീതിയും കൂട്ടിയത്. 10ന്റെ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ആണെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, 10ന്റെ സ്ക്വയർ ബൈ 100. ദേ നമ്മുടെ ഉത്തരം 1%. 2 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. 1% കുറവാണോ കൂടുതലാണോ? പറ. നമ്മുടെ ഉത്തരം സെറ്റ് മക്കളെ. 1% കുറവ്. നേരത്തെ ഞാൻ പറഞ്ഞതാ അല്ലേ, ഒരേ പെർസെന്റേജ് കൂട്ടുക കുറയ്ക്കുക, അല്ലെ നേരെ തിരിച്ച് കുറയ്ക്കുക കൂട്ടുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, സെയിം പെർസെന്റേജ് ആണോ, അവിടെ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങോട്ട് നിർത്തിയിട്ടുള്ളൂ. അപ്പൊ 1% എന്താ വരിക? കുറവ്. അപ്പൊ ഇവിടെ ഇതിൽ ആൻസർ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. വിൽ ഡിക്രീസ് 1%. 1% കുറവ്. നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ചെയ്യാൻ. ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ഈ കമന്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ കൂടെ എന്ത് ചെയ്തോളാം, കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 50% ആണ്, അതുപോലെ 50% ആണ് കൂട്ടിയതും കുറച്ചതും. നേരെ തിരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ എടുക്കുക. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഉത്തരം കമന്റ് ബോക്സിൽ സെറ്റ് ആക്കിക്കോളാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR. താങ്ക് യു.